ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് സൊല്യൂഷൻ എന്ന ഈ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇൻവാലിഡ് ക്ലിക്ക്. എന്താണ് ഇൻവാലിഡ് ക്ലിക്ക് എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് ഇൻവാലിഡ് ക്ലിക്കിൽ പെടുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും ഇൻവാലിഡ് ക്ലിക്ക് എന്ന ഒരു ഗണത്തിലേക്ക് പെടുത്താറുണ്ട്. അതായത് യൂട്യൂബിൽ ഇടുന്ന വീഡിയോ അത് യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ക്ലിക്കാണ്. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല സൈറ്റുകളും ഒക്കെ പല ആപ്പുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് വാച്ചിങ് അവർ ഉണ്ടാക്കുന്നത്, നമ്മളിപ്പോൾ ക്യാഷ് കൊടുത്തിട്ടൊക്കെ ഇപ്പോൾ ചിലരൊക്കെ ചെയ്യിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ വാച്ചിങ് അവറൊക്കെ അത്തരത്തിലുള്ള വീഡിയോസുകളും ഇൻവാലിഡ് ക്ലിക്കിൽ പെടും. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചെറിയൊരു ഗ്രൂപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ സ്ഥിരമായിട്ട് നമ്മുടെ സംഭവം ഈ ലിങ്കുകൾ കൊണ്ടുപോയിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കാണുന്ന കുറച്ച് വീഡിയോസുകളൊക്കെ, അത്തരത്തിലുള്ള വീഡിയോസും ചില സമയങ്ങളിൽ എന്ന് പറയാൻ കാരണം സ്ഥിരം ഒരു 10 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യൂട്യൂബിന് ഡൗട്ട് തോന്നും വിധം ഉള്ള ഷെയറിങ്ങും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ അതും ഇൻവാലിഡ് ക്ലിക്കിൽ പെടും. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ നിന്ന് തന്നെ ഇപ്പം നമ്മുടെ ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഐഡിയയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് കാണാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കണ്ടൻറ്റ് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മളിട്ട വീഡിയോസ് നമ്മുടെ എല്ലാവരും യൂട്യൂബ് നമ്മളോട് പറയുന്നൊന്നുമില്ല നിങ്ങൾ 4-5 ഐഡിയകളൊക്കെ ഉണ്ടാക്കി വെക്കും എന്നുള്ളത്. എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ഐഡിയയിൽ ഇരുന്നു കൊണ്ട് നമ്മളിട്ട വീഡിയോസ് നമുക്ക് കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1, 2, 3 പ്രാവശ്യം അതിൽ കൂടുതൽ സ്ഥിരമായിട്ട് വാച്ചിങ് അവർ കൂട്ടാൻ എന്ന വേചനയോ അല്ലെങ്കിൽ ഡോളേഴ്സ് കൂട്ടാം എന്ന വേചനയോ സ്ഥിരമായിട്ട് റൊട്ടീനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ അത്തരത്തിലുള്ള വീഡിയോസും ഇൻവാലിഡ് ക്ലിക്കിൽ പെടും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് എഫക്റ്റീവ് ആവുക എന്ന് പറയുന്നത് പല ആപ്പുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വാച്ചിങ് അവർ ഉണ്ടാക്കി തരുന്ന അത്തരം ചാനലുകളാണ്. അത്തരം കണ്ടന്റുകളാണ്. ഇപ്പോൾ പലരും നിങ്ങളോട് വാച്ചിങ് അവർ കൂട്ടാൻ പറയുമ്പോൾ അവർ ഒരു മണിക്കൂറിൻ്റെ വീഡിയോസൊക്കെ അവർ നമ്മളോട് ചോദിക്കും. എന്തെങ്കിലും ഒരു വീഡിയോസ് 1 മണിക്കൂർ ആക്കി തരുമോ എന്ന് ചോദിച്ചിട്ട് 1 മണിക്കൂറിൻ്റെ വീഡിയോസ് നമ്മൾ അവർക്ക് അങ്ങോട്ട് കൊടുത്താൽ അത് അവർ പല ആപ്പുകളിലൊക്കെ ഇട്ട് അത് ഇങ്ങനെ വാച്ചിങ് അവർ കൂട്ടി നമുക്ക് 4000 മണിക്കൂറാക്കി തരുന്ന ഒരു പ്രക്രിയയുണ്ട്. ഇത്തരം സംഭവങ്ങൾ പഴയ കാലത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങളെന്ന് വെച്ചാൽ 1 വർഷം 6 മാസമൊക്കെ ഓടിക്കായിരുന്നു. അത് കഴിഞ്ഞാലാണ് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുക എന്നുള്ള സംഭവിക്കുക. ഇപ്പോൾ അങ്ങനെയല്ല, അങ്ങനെയുള്ള ചാനലുകൾക്ക് മോണിറ്റൈസേഷനെ കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വാച്ചിങ് അവർ കൂട്ടുക എന്നുള്ള ആ ഒരു സംഭവം ഇൻവാലിഡ് ക്ലിക്കിലൂടെ അല്ലാതെ നമ്മൾ കൂട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു നമ്മുടെ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ലിങ്കുകൾ ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലിങ്കുകൾ ഷെയർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ ലിങ്കുകൾ അയക്കുന്ന വ്യക്തി അത് തീർച്ചയായിട്ടും കണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ വാട്സപ്പിൻ്റെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ മെസ്സേജ് ആയിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടാവും. അതേ പ്രോസസ്സ് തന്നെയാണ് യൂട്യൂബും ചെയ്യുന്നത്, അവർ റെക്കമെൻഡേഷൻ പോകുന്നതും. സെയിം പ്രോസസ്സ് നമ്മൾ ഇപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് ഇടുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടോ കാണുമോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ ആൾക്കാരിലേക്കാണോ ഇത് എത്തുന്നത് എന്നുള്ളത്. അങ്ങനെ അല്ലാതെ വരുമ്പോൾ അതും ഒരു പക്ഷേ ഇൻവാലിഡ് ക്ലിക്കിലേക്ക് പോകാൻ ഇടയുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും അതുപോലെ തന്നെ എസ്പെഷ്യലി വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയാലും ഞാൻ ഷെയർ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് ഇത് വിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കണ്ടൻറ്റ് സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് ഇട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഞാൻ ഒരുപാട് ഇപ്പോൾ ഇത് പറഞ്ഞിരുന്നു, നമുക്ക് നല്ല തമ്പനയിലും നല്ല ക്യാപ്ഷനും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും കണ്ടൻറ്റ് വാല്യൂ എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. എന്തെങ്കിലും വീഡിയോസ് ഇട്ടിട്ട് ഇതെല്ലാവരും കാണണം, ഇത് വൈറലാവണം എന്നൊന്നും ആഗ്രഹിച്ച കാര്യമില്ല. കണ്ടൻറ്റ് വാല്യൂയും ക്വാളിറ്റിയും ഉള്ളൊരു വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക് ബട്ടൺ അമർത്തുന്നതിന് മുന്നേ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പക്ക ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് തോന്നി പബ്ലിക് ബട്ടൺ അമർത്തി സേവ് ചെയ്യുന്നതോടുകൂടി പിന്നെ നമ്മൾ ആ വീഡിയോസിന് വേണ്ടി ഒന്നും ചെയ്യാനില്ല. അത്
ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അത്തരത്തിൽ അതോടുകൂടി കഴിഞ്ഞു. ബാക്കിയുള്ളത് യൂട്യൂബ് ഏറ്റെടുക്കും എന്നുള്ളതാണ്. യൂട്യൂബ് തന്നെ സംഭവം റെക്കമെൻഡും കാര്യങ്ങളിലേക്കൊക്കെ പോകും. നമുക്ക് ഒരു എത്ര ആളുകളിലേക്ക് മാക്സിമം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ആവശ്യമുള്ളപ്പോൾ നമുക്ക് നല്ലൊരു പാട്ടോ നല്ലൊരു കണ്ടൻറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സുഹൃത്തിന് ഷെയർ ചെയ്ത് കൊടുത്തെന്ന് കരുതിയിട്ട് കുഴപ്പമില്ല. അപ്പം മാക്സിമം ഗ്രൂപ്പുകളൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പല ആവശ്യമില്ലാത്ത ലൈവുകൾ, ചില ലൈവുകളിലൂടെ നമുക്ക് വാച്ചിങ് അവേഴ്സ് കൂട്ടാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അത് സംശയാസ്പദമായ ഇൻവാലിഡ് ക്ലിക്ക് പോലെ തോന്നിക്കുന്ന ലൈവുകളും ഈ വാച്ചിങ് അവർ നിങ്ങൾക്ക് കൂട്ടാവും എന്ന് തോന്നുന്നില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈവ് കാണുന്നവരിലേക്കായിരിക്കും ഒരുപക്ഷെ നമുക്ക് മെയിൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുകൾ പോകുന്നതും. ഒരുപക്ഷെ അവരത് നമ്മളെ നോട്ടിഫിക്കേഷൻ തുറക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ചില ചാനലുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവരിടുന്ന മെയിൻ വീഡിയോസിനാണെന്നുണ്ടെങ്കിൽ 100ന് മുകളിലേക്ക് കടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. 100, 90, 80 ആ ഒരു ലെവലിൽ നിൽക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യക്കാർ ലൈവ് ഇടുക എന്നുള്ളതാണ്. വെറുതെ ലൈവ് ഇങ്ങനെ ദിവസവും 8ഉം 10ഉം ലൈവ് ഇട്ടത് കൊണ്ട് കാര്യമുണ്ടോ എന്നുള്ളതും ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത് ഇൻവാലിഡ് ക്ലിക്ക് ആവാത്ത ലൈവുകളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വാച്ചിങ് അവർ കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ലൈവുകൾ, അത് സസ്പീഷ്യസ് ആയിട്ട് ഒന്നും ഇല്ല എങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ 4-5 ആൾക്കാരെയൊക്കെ നമ്മൾ തന്നെ റെഡിയാക്കി ഡെയിലി ഒരേ ആൾക്കാർ, ഒരേ വ്യൂസ്, ഒരേ ആൾക്കാർ കമൻറ്റ് ചെയ്യാനും നിന്ന് കഴിഞ്ഞാൽ അതും ഒരു പക്ഷേ ഇൻവാലിഡ് ക്ലിക്കിലേക്ക് പോകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻവാലിഡ് ക്ലിക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക്. ഇത്തരം ഇൻവാലിഡ് ക്ലിക്കുകൾ ചെയ്ത് ഉണ്ടാക്കിയ വാച്ചിങ് അവർ കൊണ്ട് ഒരിക്കലും മോണിറ്റൈസേഷൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് 100% ഓക്കെയാണ്. ഓക്കെ, ഇനി ഇത്തരം എങ്ങനെയെങ്കിലും നമ്മൾ ആ കടമ്പ ചാടിക്കടന്നാലും യൂട്യൂബ് അവിടെ നമ്മളെ വിടില്ല. നമ്മളെ കൊണ്ട് മാക്സിമം ഒരു പണി എടുപ്പിച്ചതിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട്, ഒന്നുകിൽ $100 വരുന്നതിന് മുന്നേ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു $500 വരെ ആയാലും കുഴപ്പമില്ല. അത് നമ്മുടെ ആഡ്സെൻസിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അവർ കരു മുറുക്കുന്നതാണ്. അതോടുകൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നു. വീണ്ടും 4000 വാച്ചിങ് അവർ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട $500 നമുക്ക് ലഭിക്കുമോ? ഇല്ല, ഒരിക്കലും കിട്ടില്ല $500. അപ്പോൾ കഷ്ടപ്പെട്ടത് വെറുതെ. അത്തരം ചാനലുകൾ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. പല കേസുകളും ഞാൻ കേൾക്കുന്നതും കണ്ടതും ഒക്കെയാണ്. ഒരുപാട് കേസുകൾ കൊറോണ കാലത്തൊക്കെ, ഇതിന് മുന്നേയുള്ള വീഡിയോസിലും ഞാൻ ഇത് തന്നെ ഇഷ്ടംപോലെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാഷ് കൊടുത്ത് നിങ്ങൾ വാച്ചിങ് അവർ കൂട്ടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അത്തരം ഇൻവാലിഡ് ക്ലിക്കുകളെ കുറിച്ച്. കാരണം അത് കുറച്ച് ലാപ്ടോപ്പുകളോ അല്ലെങ്കിൽ കുറച്ച് കമ്പ്യൂട്ടറുകളൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് കുറേ ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാക്കി തരുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. വാച്ചിങ് അവേഴ്സും അതേപോലെ തന്നെ ആയിരിക്കും. പിന്നീട് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ പോകുന്നത് ആ ഫേക്ക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിലേക്കായിരിക്കും. അത് ഒരിക്കൽ പോലും തുറക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ചാനൽ കൊണ്ട് വലിയൊരു ഉപകാരം ഇല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇത് ഇനി പോകെ മോണിറ്റൈസേഷൻ കിട്ടിയാൽ പോലും പെട്ടെന്ന് ഇതേപോലെ നമുക്ക് ഇൻകം കിട്ടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഫേക്ക് ആവാതെ നമുക്ക് പതുക്കെ കിട്ടിയാൽ മതി. നമ്മൾ പ്രയത്നിച്ച് കിട്ടുമ്പോഴാണ് അതിനൊരു സുഖവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വെറുതെ കുറേ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ വീഡിയോസ് പിന്നെ ക്യാഷൊക്കെ കൊടുത്തു, കയ്യിലെ വെള്ളം ഊരി കൊടുത്തു, കമ്മൽ ഊരി കൊടുത്തു എന്നൊക്കെ, സ്വർണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ചാനലിന് ക്യാഷ് കൊടുത്തു, ഞങ്ങളുടെ ചാനലും പെട്ടെന്ന് മോണിറ്റൈസേഷൻ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ച ഒരുപാട് കേസുകൾ ഇഷ്ടം പോലെയുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ഒരുവിധം പ്രൊഫഷണൽ ആൾക്കാരൊക്കെ അത് പറയുന്നുണ്ട് വ്യക്തമായിട്ട്. നിങ്ങളങ്ങനെ വാച്ചിങ് അവർ കൂട്ടരുത്, അതുകൊണ്ട് കാര്യമില്ല, ഇൻവാലിഡ് ക്ലിക്കാണ് എന്നുള്ളത്. എന്നിട്ടും ചില ഒരുപക്ഷെ എക്സ്പെഷ്യലി ലേഡീസ്, സ്ത്രീകൾക്കാണ് മെയിനായിട്ട് അവർക്ക് മോണിറ്റൈസേഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇൻകം ഉണ്ടാക്കുക എന്നല്ല, തൊട്ടപ്പുറത്തുള്ള അവരുടെ സുഹൃത്ത് അവരുടെ ഫ്രണ്ട്സിൻ്റെ മോണിറ്റൈസേഷൻ ആയാൽ സ്വാഭാവികമായിട്ട് അവർ ഈഗോ ക്ലാഷ് ആയിക്കൊണ്ടാണ് അവർ ഇത്തരം പരിപാടിയിലേക്ക് ചെല്ലുന്നത്. ക്യാഷ് കൊടുത്ത് മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ളതാണ്. ആക്കിയതിന് ശേഷം അവർ ഫ്രണ്ടിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാതെ അവിടെ ഇരിക്കും. പക്ഷേ ഇവരത് 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഇൻകം വരുന്നത് തൊട്ട് മുന്നായിട്ട് ഇത് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെയാണ് ഇത് ചെയ്യുന്നത്. മാക്സിമം അങ്ങനെ വാച്ചിങ് അവർ കൂട്ടുന്നത് ഇതിൽ പിന്നെ 70% ലേഡീസ് തന്നെയാണ്. അപ്പോൾ ചിന്തിക്കുക, ഇതിൻ്റെ മൊത്തത്തിൽ നമ്മൾ എങ്ങനെയായാലും എല്ലാവരോടും നമ്മൾ തുറന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യുന്നില്ല എന്നുള്ളത്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്യാതിരിക്കുക. ഇൻവാലിഡ് ക്ലിക്കുകളെ പറ്റി ഞാൻ ഒരുവിധം മാക്സിമം എങ്ങനെയൊക്കെയാണ് ഇൻവാലിഡ് ക്ലിക്കുകൾ എന്നുള്ളത് ഒരുവിധമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇൻവാലിഡ് ക്ലിക്കുകൾ. നിങ്ങൾ സ്വന്തം കണ്ടൻറ്റ്, ഓർഗാനിക് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ പണി തീർന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ കിട്ടുന്ന വാച്ചിങ് അവറും അങ്ങനെ നിൽക്കുന്ന കണ്ടൻറ്റുകളും കൊണ്ട് മാത്രമേ യൂട്യൂബിൽ നിൽക്കാൻ കഴിയൂ. ഇപ്പോൾ നമുക്കൊരു വീഡിയോസ് അങ്ങോട്ട് ആരെങ്കിലും വൈറലാക്കി തന്നതുകൊണ്ട് പിന്നീടും നമുക്ക് കണ്ടന്റ് നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്ന് മനസ്സിലാക്കുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഉണ്ടാക്കണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിന് എത്രത്തോളം വാല്യൂ ഉണ്ടാകുമെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണും. അപ്പോൾ സത്യസന്ധമായി നിലനിൽക്കാൻ പറ്റുന്നവർ, സ്വന്തമായിട്ട് കണ്ടന്റ് ഉള്ളവർക്ക് മാത്രമേ യൂട്യൂബിൽ കാലാകാലം നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നല്ലൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.